തിരുവനന്തപുരം കോർപ്പറേഷനിൽ LDFന്റെ മേയർ സ്ഥാനാർത്ഥി ആരെന്ന ചോദ്യത്തിന് ഒരൊറ്റ പേരിലേക്ക് പാർട്ടി എത്തിയിട്ടില്ല എങ്കിലും ഉയർന്നു കേൾക്കുന്ന പേരുകളിൽ ഒന്ന് പുന്നയ്ക്കാമുകളിൽ നിന്ന് മത്സരിക്കുന്ന മുതിർന്ന നേതാവ് RP ശിവജിയുടേതാണ്. രണ്ടായിരത്തി 20 ഇടതിന് ഇളക്കം സംഭവിച്ച വാർഡ് അത് ഇത്തവണ തിരിച്ചുപിടിക്കാൻ കഴിയുന്ന പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ്. തീർച്ചയായിട്ടും. എന്തൊക്കെയാണ് അനുകൂല ഘടകങ്ങൾ? അനുകൂല ഘടകങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെ വികസനക്ഷേമ പ്രവർത്തനങ്ങളാണ്. രണ്ട്, തിരുവനന്തപുരം നഗരസഭ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളാണ്. മറ്റൊന്ന്, ഈ 5 വർഷം ഈ വാർഡ് അഭിമുഖീകരിച്ചിരിക്കുന്ന നിരവധിയായ പ്രശ്നങ്ങളുണ്ട്. രൂക്ഷമായ, നിങ്ങൾ കടന്നു വന്ന വഴി തന്നെ ശ്രദ്ധിച്ചിരിക്കും, റോഡ് തന്നെ ശ്രദ്ധിച്ചിരിക്കുമെന്ന് തോന്നുന്നു. ഇതുമാതിരിയാണ് ഈ വാർഡിലെ മുഴുവൻ റോഡുകളുടെ ഇന്നത്തെ അവസ്ഥ. അതുപോലെ മാലിന്യ സംസ്കരണ കാര്യത്തിൽ, ശുചിത്വത്തിൻ്റെ കാര്യത്തിൽ ദേശീയ പുരസ്കാരം നേടിയ വാർഡാണ് 2018. കേന്ദ്രത്തിലെ ഡൽഹിയിൽ പോയി കേന്ദ്രമന്ത്രിയിൽ നിന്ന് അവാർഡ് ഏറ്റുവാങ്ങിയവരാണ് ഈ വാർഡിലെ കുടുംബശ്രീ പ്രവർത്തകർ. പക്ഷേ ഇപ്പോൾ ഈ വാർഡിൻ്റെ അവസ്ഥ അത്യന്തം ദയനീയമാണ്. അപ്പോൾ ഇതെല്ലാം അനുകൂല ഘടകങ്ങളായിട്ട് തന്നെയാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും ഈ ഭാഗത്തൊക്കെ കൂട്ടിയിട്ടിരിക്കുന്ന അവസ്ഥ. അപ്പോൾ ഇതെല്ലാം ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്, അവർ അതനുസരിച്ച് പ്രതികരിക്കും. മറ്റൊന്ന്, ഈ മണ്ണ് ഞാൻ ജനിച്ചു വളർന്ന മണ്ണാണ്. 40 വർഷത്തെ പൊതുപ്രവർത്തനം ഈ മണ്ണിലാണ് നിർവഹിച്ചത്. സ്വാഭാവികമായും ഇവിടുത്തെ ഓരോ ചെറിയ കുട്ടികളെപ്പോലും എനിക്ക് പേരെടുത്ത് വിളിച്ച് പറയാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. എല്ലാ വീടുകളും സ്വന്തം കുടുംബങ്ങളെപ്പോലുള്ള അനുഭവേദ്യ അവസരമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതെല്ലാം ഈ വിജയത്തിന് ഇടയാക്കുന്ന കാര്യങ്ങളാണ്. BJP മാത്രമാണോ എതിരാളി, അതോ കോൺഗ്രസും ശക്തമായിട്ട് വാർഡിൽ ഇപ്പോൾ പ്രചരണം നടത്തുന്നുണ്ട്? BJP ആണ് പ്രധാന എതിരാളി. കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ അടിത്തറ അത്ര ശക്തമല്ല. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ അവർക്ക് അങ്ങനെ നിർണായകമായ വോട്ടും ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് BJP തന്നെയാണ് മുഖ്യ എതിരാളി. ഇപ്പോൾ തിരുവനന്തപുരം നഗരസഭയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ത്രികോണ മത്സരം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന കോർപ്പറേഷനിൽ ഒന്നാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. കോൺഗ്രസ് ഒരുപടി മുന്നേ പ്രചാരണം ആരംഭിച്ചു, BJP അതിശക്തമായിട്ട് പ്രചാരണം നടത്തുന്നു. അപ്പോൾ അത്ര എളുപ്പത്തിൽ LDFന് ഇത്തവണ ഭരണ തുടർച്ച സാധ്യമാകുമോ? അത് ശരിയായൊരു നിഗമനമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ത്രികോണ മത്സരത്തിൻ്റെ അനുഭവം അപൂർവം ചില വാർഡുകൾ മാത്രമേ ഉള്ളൂ. കാരണം UDFൻ്റെ താഴെ തട്ടിലുള്ള സംഘടനാപരമായ സ്വാധീനം നല്ല നിലയിൽ ചോർന്നു പോയിട്ടുണ്ട്. അത് സൂക്ഷ്മമായി പരിശോധിക്കുന്ന താഴെത്തട്ട് പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകൾക്ക് അനുഭവപ്പെടുന്ന കാര്യമാണ്. അതുകൊണ്ടൊരു ത്രികോണ മത്സരത്തിൻ്റെ സ്വഭാവം ഇതിനില്ല. പക്ഷേ കടുത്ത മത്സരമാണ് എല്ലാ വാർഡുകളിലും ഉണ്ടാവുക. ആ മത്സരത്തെ നമുക്ക് LDFന് വിജയിച്ച് മുന്നേറാനും സാധിക്കും. കൂടുതൽ വികസന കാഴ്ചപ്പാടുകൾ ഈ വാർഡിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവും ഉറപ്പായിട്ട്. അതിലേറ്റവും പ്രാധാന്യം നൽകുന്നത് തിരുവനന്തപുരം നഗരം ഒരു ലോകത്തിൻ്റെ നെറുകയിലേക്ക് വന്നേർന്നിരിക്കുന്ന അവസരമാണ്. കാരണം വിഴിഞ്ഞം സീപോർട്ടിൻ്റെ പ്രവർത്തന ഉദ്ഘാടനം കഴിഞ്ഞതോടുകൂടി ഈ നഗരം ഭാവിയിൽ വളരെ വലിയ സാമ്പത്തിക വളർച്ചയിലേക്കും സാമൂഹികമായ മുന്നേറ്റത്തിലേക്കും മാറുകയാണ്. ആ ഘട്ടത്തിൽ ഇവിടെ ഇപ്പോൾ ഈ പ്രദേശത്ത് നിരവധിയായ അഭ്യസ്തവിദ്യരായ യുവതിയുവാക്കളുണ്ട്. അവർക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന രീതിയിലുള്ള എന്തെല്ലാം സംവിധാനങ്ങൾ ചെയ്യാൻ പറ്റുമോ അത് വിദഗ്ധരുമായി ചർച്ച ചെയ്ത് നടപ്പാക്കുക എന്നുള്ളതാണ് അടുത്ത 5 വർഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനം. മറ്റു പ്രവർത്തനങ്ങളെല്ലാം ഒരു കൗൺസിലർ ആരായിരുന്നാലും ചെയ്യാൻ കഴിയുന്നതാണ്. അനാസ്ഥ മൂലം ഉണ്ടാകുന്ന വീഴ്ചകൾ, റോഡ് വികസനം, റോഡിൻ്റെ ഗതാഗത സൗകര്യം, വഴിവിളക്കുകൾ, മറ്റ് ക്ഷേമ പ്രവർത്തനങ്ങൾ, ഇതെല്ലാം ഒരു കൗൺസിലർ സാധാരണ ചെയ്യാൻ കഴിയുന്ന കാര്യമേ ഉള്ളൂ. കൗൺസിലർ ഉദാസീനത കാണിക്കുമ്പോൾ ആ രംഗത്ത് പരാജയം ഉണ്ടാകും. മറ്റത് നമുക്ക് പുതിയൊരു കാഴ്ചപ്പാട്, ഇപ്പോൾ ലോകത്ത് വരുന്ന മാറ്റങ്ങളുടെ എല്ലാം ഉൾക്കൊള്ളാൻ കഴിയുന്ന നിലയിലുള്ളൊരു സമൂഹമാണ് കേരളീയ സമൂഹം. അത് വിശേഷ്യ തിരുവനന്തപുരത്തെ സമൂഹം അങ്ങനത്തെ സമൂഹമാണ്. അതുകൊണ്ട് അതിനെ നമുക്ക് പൂർണ്ണമായി ഉപയോഗപ്പെടുത്താൻ സാധിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൂടുതലായിട്ടും ചർച്ച ചെയ്യപ്പെടുന്നത് നാട്ടിലെ വികസന കാര്യങ്ങൾ തന്നെയായിരിക്കും. അതിനും അപ്പുറം ഇപ്പോൾ നടക്കുന്ന വിവാദങ്ങൾ അത് ചർച്ചയാകുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? വിവാദങ്ങൾ മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന ഒന്നാണ് എല്ലാ ഘട്ടത്തിലും. അതുകൊണ്ട് തന്നെ അത് ആ മാധ്യമത്തിൻ്റെ പേജുകളിലോ മാധ്യമങ്ങളുടെ ദൃശ്യതയിലേക്കോ മാത്രം ചുരുങ്ങിപ്പോവുകയും ജനങ്ങളുടെ ജീവിത പ്രയാസങ്ങളും പ്രശ്നങ്ങളും എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്, ഓരോ
മുന്നണിയും ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അവരുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയാണോ അതിൻ്റെ സമീപനമായിരിക്കും തിരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രകടമാകുക. അതാണ് വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പ് ഫലം. തിരുവനന്തപുരം കോർപ്പറേഷനിൽ LDF ഭരണ തുടർച്ചയിലേക്ക് പോവുകയാണെങ്കിൽ പുന്നയ്ക്കാമുകൾ ഒരു മേയർ വാർഡായിട്ട് പ്രതീക്ഷിക്കാമോ? അങ്ങനെ കരുതുന്നില്ല. അത് പാർട്ടി അവസാനം എടുക്കുന്ന തീരുമാനമാണ്. തിരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം മാത്രം പ്രഖ്യാപിക്കുന്ന ഒന്നാണ്. അത് തീർച്ചയായിട്ടും എല്ലാ വശങ്ങളും പരിശോധിച്ച് ആണ് എല്ലാ ഘട്ടത്തിലും തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളത്. അത് തന്നെയായിരിക്കും ഇത്തവണയും ഉണ്ടാകുക. മറ്റൊരു കാര്യം അതിനെ സംബന്ധിച്ച് വ്യക്തിപരമായി പരാമർശിക്കുന്നത് പാർട്ടി രീതിയല്ലാത്തതുകൊണ്ട് അത് പറയുന്നില്ല. ഇപ്പോൾ ആശംസകൾ. 2020 LDFന് കൈവിട്ടുപോയ വാർഡാണ് പുന്നയ്ക്കാമുകൾ. അത് BJPയിൽ നിന്ന് തിരിച്ചുപിടിക്കാൻ കഴിയുമെന്ന പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ് LDF പ്രചരണം തുടരുന്നത്. ക്യാമറമാൻ ഷാൻ ജേസിനും ശ്രീജിബുവിനൊപ്പം സൂര്യഗായത്രി, കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.